കാസർഗോഡ് കുമ്പളയിലെ ടോൾ പിരിവിനെതിരെ പ്രതിഷേധം കടുപ്പിക്കാൻ ആക്ഷൻ കമ്മിറ്റി. ടോൾ പ്ലാസയ്ക്ക് മുന്നിൽ AKM അഷ്റഫ് MLA ഇന്നു മുതൽ അനിശ്ചിതകാല സത്യഗ്രഹ സമരം ഇരിക്കും. ഹൈക്കോടതിയിലുള്ള ഹർജിയിൽ തീർപ്പുണ്ടാകും വരെ ടോൾ പിരിക്കരുതെന്നാണ് ആവശ്യം. പ്രതിഷേധങ്ങൾക്കിടെ കോഴിക്കോട് പന്തീരങ്കാവിൽ മറ്റന്നാൾ മുതൽ ടോൾ പിരിവ് തുടങ്ങാനാണ് ദേശീയപാത അതോറിറ്റിയുടെ തീരുമാനം. VS രഞ്ജിത്താണ് വിശദാംശങ്ങളുമായി ചേർന്ന്. രഞ്ജിത്ത്, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു കുമ്പളയിലെ സംഘർഷവും വലിയ പ്രതിഷേധങ്ങളും. അപ്പോൾ ഇനി എങ്ങനെയാണ് മുന്നോട്ട് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്? കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഹരിപ്രിയ, കീർത്തന, കുമ്പളയിലെ ടോൾ പിരിവും നിയമസഭാ തെരഞ്ഞെടുപ്പും തമ്മിലൊക്കെ വലിയ ബന്ധമുണ്ട്. സ്വാഭാവികമായിട്ടും പ്രതിഷേധങ്ങൾക്കിടയിൽ ഒരു ടോൾ പിരിവ് ആരംഭിക്കുക എന്നുള്ളത് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് വലിയ തലവേദനയായിരിക്കും. പ്രത്യേകിച്ച് കുമ്പളയിലെ ടോൾ പിരിവുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതിയാണുള്ളത്. കുമ്പളയിലും തലപ്പാടിയിലും ഒരേ സമയം ടോൾ പിരിക്കുമ്പോൾ കുമ്പളയും തലപ്പാടിയും തമ്മിൽ 22 കിലോമീറ്റർ വ്യത്യാസം മാത്രമാണുള്ളത്. 60 കിലോമീറ്റർ വ്യത്യാസത്തിൽ മാത്രമേ ടോൾ പിരിവ് നടത്താൻ പാടുള്ളൂ എന്നുള്ളതാണ് നിലവിലെ നിയമം. അതുകൊണ്ട് തലപ്പാടിയിൽ പിരിക്കുന്നതുകൊണ്ട് തന്നെ കുമ്പളയിൽ ടോൾ പിരിവ് പാടില്ല എന്നുള്ളതാണ് ഈ സമരസമിതിക്കാർ അറിയിക്കുന്നത്. അതനുസരിച്ചൊരു ഹർജിയാണ് ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഈ ഹർജിയിൽ മേൽ ടോൾ തടയുന്നതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഒരു സ്റ്റേ ഓർഡറോ ഒന്നും നൽകിയിട്ടില്ലാത്തതിനാൽ ടോൾ പിരിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റി അറിയിക്കുന്നത്. ഏതായാലും ഈ കേസ് 20-ാം തീയതി പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ ഹൈക്കോടതി കേസ് പരിഗണിക്കുന്നതിനിടയിൽ ടോൾ പിരിക്കാൻ പാടില്ല എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മഞ്ചേശ്വരം MLA AKM അഷ്റഫ് സമരം നടത്തിയത്. ഇന്നു മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കുകയാണ്. ഏതായാലും നാഷണൽ ഹൈവേ അതോറിറ്റി പറയുന്നത് കുമ്പളയിലെ ടോള് അത് താൽക്കാലികമായിരിക്കും. ഈ നാഷണൽ ഹൈവേയുടെ റീച്ച് പൂർത്തിയാക്കുന്നതിനനുസരിച്ച് 60 കിലോമീറ്റർ വ്യത്യാസത്തിൽ മാത്രമേ ടോൾ പിരിവ് ഉണ്ടായിരിക്കൂ. നിലവിലെ ടോൾ പിരിവ് താൽക്കാലികമായിരിക്കും എന്നുള്ളതാണ്. സമാനമായി തന്നെയാണ് കോഴിക്കോട് രാമനാട്ടുകര വെങ്ങളം ബൈപ്പാസിൽ അവിടെ മറ്റന്നാൾ മുതൽ, അതായത് 15 മുതലാണ് ടോൾ പിരിവ് ആരംഭിക്കുന്നത്. നേരത്തെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അവിടെ സമരമുണ്ടായിരുന്നു. ആ സമരം ഒരുപക്ഷെ ഈ ടോൾ പിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ടോൾ പിരിവിന്റെ കാര്യത്തിലല്ല, ടോൾ പിരിക്കണമെങ്കിൽ ദേശീയപാതയുടെ സർവീസ് റോഡുകൾ പൂർത്തിയാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു സമരം. ഇപ്പോൾ സർവീസ് റോഡിന്റെ പണി ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഇന്നു മുതൽ കാറുകൾക്ക്, ഈ പ്രദേശവാസികൾക്കുള്ള കാറുകൾക്കുള്ള പാസിന്റെ രജിസ്ട്രേഷൻ ആരംഭിക്കും. 20 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിരതാമസമുള്ളവർക്കായിരിക്കും 340 രൂപയ്ക്ക് പ്രതിമാസ പാസ് അനുവദിക്കുക. ആ പാസ് ഇന്നു മുതൽ അപേക്ഷിക്കാം. അതുപോലെ വാർഷിക പാസ്സായിട്ടുള്ള 3000 രൂപയുടെ പാസിനും ഇന്നു മുതൽ അപേക്ഷിക്കാം. ഈ വാർഷിക പാസിന്റെ പ്രത്യേകത, അത് എവിടെ വേണമെങ്കിലും രാജ്യത്ത് ഉപയോഗിക്കാം. 200 തവണ രാജ്യത്ത് എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന പാസ്സായിരിക്കും വാർഷിക പാസ്സായിട്ട് നൽകുക.